നമസ്കാരം. ബോളിവുഡിൽ വളരെ തരംഗമായി മാറിയിരുന്ന ഒരു വാർത്തയായിരുന്നു സെയ്ഫ് അലി ഖാൻ കുത്തേറ്റ സംഭവം. എങ്ങനെയാണ് ഇത്രയും വലിയൊരു വീട്ടിൽ സെയ്ഫ് അലി ഖാനെ പോലെ ഒരു താരത്തിന് ഇങ്ങനെ ഒരു കുത്തേറ്റതെന്ന് സംബന്ധിച്ചുള്ള വാർത്തകളും വിശകലനങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ നടന്നു. 4-ാം ദിനമാണ് പ്രതിയെ പിടികൂടുന്നത് തന്നെ. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം സെയ്ഫ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നു. ഡിസ്ചാർജ് ആയ ഉടനെ സെയ്ഫ് തിരിച്ചു പോകുന്ന ഒരു വീഡിയോ വളരെയധികം വൈറലായി മാറിയിട്ടുണ്ട്. വെള്ള ഷർട്ടും നീല ജീൻസും ഒരു കൂളിംഗ് ഗ്ലാസും ഒക്കെ ധരിച്ച് വളരെ സ്റ്റൈലായിട്ടാണ് സെയ്ഫ് നടന്നു പോകുന്നത്. ഈ വീഡിയോയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിൽക്കുന്നത്. ഇത്രയും മാരകമായി കഴുത്തിനും നട്ടലിനും കുത്തേറ്റ ഒരു താരത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ഇങ്ങനെ പയറ് പോലെ നടക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഒരു വലിയ പ്രസക്തമായ ഒരു ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. കാരണം എങ്ങനെയായിരിക്കാം? കാരണം അത്രയധികം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂറോ സർജറി ഉൾപ്പെടെ പ്ലാസ്റ്റിക് സർജറിക്കും സൈഫിന് കടന്നു പോയിട്ട് വന്നിട്ടുള്ളതാണ്. ആ വീഡിയോയിൽ കൃത്യമായി കഴുത്തിൽ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എന്നാൽ പോലും നട്ടലിന് പരിക്കേറ്റ, നട്ടലിന് അത്രയധികം ഭീകരമായ കുത്തേറ്റിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ എങ്ങനെയാണ് സൈഫിന് ഇത്രയും കൂളായി നടക്കാൻ സാധിക്കുന്നത്? ഒരു സ്ട്രെച്ചറിൻ്റെ സഹായമില്ലാതെ, ഒരു വീൽചെയറിൻ്റെ സഹായമില്ലാതെ സെയ്ഫിന് എങ്ങനെ നടക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. നെറ്റിസൻസ് പ്രത്യേകിച്ച് ഇത് വലിയ രീതിയിൽ വാർത്തയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുമുണ്ട്. കാരണം എല്ലാവരും ഈ വീഡിയോ പങ്കുവച്ചതിന് ശേഷം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത്ഭുതമാണ് എന്നുള്ളതാണ്. കാരണം എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ളത് സംബന്ധിച്ചൊരു വലിയ ചോദ്യം നിലനിൽക്കുകയാണ്. ശരിക്കും സെയ്ഫിന് കുത്തേറ്റോ? ഇത് PR-ൻ്റെ വർക്ക് മാത്രമാണോ? PR കളിയുടെ ഭാഗമായിട്ട് വെറുതെ സൃഷ്ടിച്ചെടുത്ത ഒരു വാർത്ത മാത്രമാണോ ഇത്? അങ്ങനെ അത്രയും ഭീകരമായി പരിക്കേറ്റ ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ നടക്കാൻ കഴിയുക? ഇതുപോലുള്ള ചോദ്യങ്ങൾ, സാമാന്യ ചോദ്യങ്ങൾ, യുക്തിക്ക് നിരക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് നിലവിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴാണ് സെയ്ഫിന് ഈ കുത്തേറ്റ സംഭവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് നാളുകളായി സംസാരിക്കുകയാണല്ലോ. സെയ്ഫിന് ഈ കുത്തേറ്റ സംഭവം മുതൽ എങ്ങനെയാണ് ഇതിൻ്റെ അന്വേഷണ രീതികൾ മുന്നോട്ട് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ ഒരു വീഡിയോയാണ് ഇപ്പോൾ വലിയ തരംഗമായി മാറിയിരിക്കുന്നത്. അതിനിടയിൽ സർജൻ അമിത് തഡാനിയുടെ എക്സിലെ ഒരു പോസ്റ്റാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഇത് സ്വാഭാവികമാണ്, ഞെട്ടലില്ല എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സൗന്ദര്യമാണ് ഇത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ബെഡ് റെസ്റ്റ് ഒന്നും ആവശ്യമില്ലാതെ ഡിസ്ചാർജ് ചെയ്യാമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ അസ്വാഭാവികമായ ഒന്നുമില്ല എന്നുള്ളതാണ് അദ്ദേഹം എക്സിൽ കുറിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒന്നും വിശ്വസിക്കാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അത്രയധികം സെയ്ഫിന് മാരകമായ പരിക്കേറ്റിട്ടുണ്ടാകുമെന്ന് കരുതിയിരിക്കുന്ന സെയ്ഫ് ആരാധകർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ബോളിവുഡിൽ പ്രത്യേകിച്ച് ഇതുപോലൊരു താരത്തിന്, അത്രയധികം വലിയ വസതിയിൽ താമസിക്കുന്ന എന്താ പറയുക, ഒരു സിനിമാ താരത്തിന് ഇങ്ങനെ ഒരു പരിക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് ആരുടെ അനാസ്ഥയാണ് തുടങ്ങിയ വലിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നുമുണ്ട്. പക്ഷേ സെയ്ഫ് ഇതിന് വന്നതിന് പിന്നാലെ ഒരു വലിയ വാർത്തയും കൂടെ സെയ്ഫിനെതിരെ വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, സെയ്ഫിനെ സംബന്ധിച്ചിടത്തോളം സെയ്ഫിന് ഇപ്പോൾ ഒരു പരിക്കേറ്റ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നേ ഉള്ളൂ. പക്ഷേ സെയ്ഫ് അലി ഖാൻ ഏകദേശം 15,000 കോടി രൂപയുടെ സ്വത്ത് നഷ്ടമായേക്കാനുള്ള സാധ്യതയുണ്ട്. അത് മധ്യപ്രദേശ് സർക്കാർ ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയും ഉള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. അതായത് സെയ്ഫ് അലി ഖാൻ്റെ കുടുംബം കൈവശം വെച്ചിരുന്ന മധ്യപ്രദേശിലെ 15,000 കോടി രൂപയുടെ സ്വത്താണ് സർക്കാരിന് ഏറ്റെടുക്കാൻ വേണ്ടി വഴിയൊരുങ്ങുന്നത്. ഇത് പ്രധാനപ്പെട്ട കാര്യം എനിമി പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം 2014 മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. 2014 കസ്റ്റോഡിയൻ ഓഫ് എനിമി പ്രോപ്പർട്ടി വിഭാഗം സെയ്ഫ് അലി ഖാന് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകുന്നത്. പട്ടോടി കുടുംബത്തിൻ്റെ കൈവശമുള്ള സ്വത്തുകൾ ശത്രു സ്വത്തായി കൈവശം വയ്ക്കാനൊരു സാധ്യത അത് പ്രഖ്യാപിക്കുകയായിരുന്നു 2014. അതിന് പിന്നാലെ 2015 തന്നെ സെയ്ഫ് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ശത്രു സ്വത്തായി പ്രഖ്യാപിച്ച മധ്യപ്രദേശ് സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരായ സെയ്ഫ് അലി ഖാൻ്റെ ഹർജിയാണ് ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലേക്കാണ് 15,000 കോടിയോളം സ്വത്ത് സെയ്ഫ് അലി ഖാൻ്റെ കുടുംബത്തിൽ നിന്ന് മാറി മധ്യപ്രദേശ് സർക്കാരിലേക്ക് നീങ്ങാൻ പോകുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ സെയ്ഫ് അലി ഖാനെ സംബന്ധിച്ചിടത്തോളം 2025 ഒരു മോശം തുടക്കമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടും വലിയ പ്രശ്നമുണ്ടാകുന്നു. സാമ്പത്തികപരമായും ഇത്രയും കോടി സ്വത്തുക്കൾ അദ്ദേഹത്തിൻ്റെ കൈവശം നിന്ന് മാറി സർക്കാരിലേക്ക് മാറാൻ ഒരു വഴിയും കൂടി തുറക്കപ്പെടുകയാണ് എന്നുള്ളൊരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആയി നിലനിൽക്കുന്നത് ഈ സ്വത്തുവകകളൊക്കെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയാൽ പോലും ഇത്രയും പരിക്കേറ്റ ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ നടക്കാൻ കഴിയുക എന്നുള്ള ആളുകളുടെ ചോദ്യം, ഒരു കൗതുകമേറിയ ചോദ്യം തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത്.